കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം. ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രായേലിൻ്റെ പ്രവാസികളെയും മടക്കി വരുത്തി, പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തി. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യും. യിരെമ്യാവെന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യവും അവന് ഉണ്ടായതെന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് 33-ാം അധ്യായം ആരംഭിക്കുന്നത്, അല്ലേ? നമുക്കറിയാം, പ്രവാചകന്മാരെല്ലാം തന്നെ, യെശയ്യാവ് തുടങ്ങിയുള്ള പ്രവാചകന്മാരെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ പ്രവാസകാലത്തിൽ നിന്നുള്ള മടങ്ങിവരവിനെ പറ്റി പ്രവചിച്ച അനുഗ്രഹീത ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. യെശയ്യാവ് ഒരു പ്രവാചകനായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോൾ തന്നെ യെശയ്യാവിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു കൊട്ടാരത്തിൽ ജോലി ചെയ്യുകയും അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചില ആലോചനകൾ സ്തോത്രം പറയുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്, അല്ലേ? എന്നാൽ യിരെമ്യാവിനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു പ്രവാചകൻ എന്നുള്ള ദൗത്യത്തിന് മുകളിലായിട്ട് ജനത്തിനു വേണ്ടി കരയുന്ന, ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, ജനം മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതം യിരെമ്യാവിൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. വെറും ഒരു പ്രവാചകന്റെ പേര് കൊണ്ട് അവൻ ഒതുങ്ങിയില്ല. പകരം ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ ജനം മടങ്ങി വരണം, ഈ ജനം ദൈവത്തിൽ ആശ്രയിക്കണം, ഈ ജനം ദൈവസന്നിധിയിലേക്ക് സ്തോത്രം തിരികെ വരണം എന്നുള്ളൊരു താല്പര്യം യിരെമ്യാവിൻ്റെ മനസ്സിനകത്ത് വെളിപ്പെട്ട് വരുവാനിട വന്നു. അങ്ങനെയാണ് പ്രതിസന്ധികളുടെ നടുവിൽ, പ്രത്യേകിച്ച് ചില പ്രവചനങ്ങളുടെ ബന്ധത്തിൽ കാവൽപുരമുറ്റത്ത് അവനെ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ആത്മാവ് ആരോട് സംസാരിക്കുകയാണ്? യിരെമ്യാവിനോട് സംസാരിക്കുകയാണ്. അതാണ് നല്ല പ്രവാചകന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അവൻ കഷ്ടത്തിലാകുമ്പോഴും, അവൻ വേദനയിലാകുമ്പോഴും അവനോട് ദൈവത്തിൻ്റെ ആലോചന, പിന്നെയും ദൈവം ഇടപെടുന്ന, പിന്നെയും ദൈവം സംസാരിക്കുന്ന, പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന തരത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെയാണ് 33-ാം അധ്യായത്തിൻ്റെ സ്തോത്രം ഹല്ലേലൂയ 7-ാമത് വാക്യത്തിൽ പറയുന്നത്, ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രായേലിൻ്റെ പ്രവാസികളെയും ഞാൻ എന്ത് ചെയ്യും? മടക്കി വരുത്തി, പണ്ടത്തെ പോലെ അവർക്കൊരു അഭിവൃദ്ധി ഞാൻ എന്ത് ചെയ്യും? വരുത്തും. അപ്പോൾ ഇസ്രായേൽ ജനം ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് മടങ്ങി വരവാണ്, സ്തോത്രം. എന്നാൽ ദൈവം പറയുന്ന ആലോചന നിന്നെ മടക്കി വരുത്തുമെന്നല്ല, മടക്കി വരുത്തുകയും പണ്ടത്തെ പോലൊരു അഭിവൃദ്ധി ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുത്തുകയും ചെയ്യുമെന്ന് തിരുവചനത്തിലൂടെ, ഇല്ലെങ്കിൽ പ്രവചനാത്മാവിലൂടെ ഇടപെടുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറുകയാണ്. അല്ല സ്തോത്രം, ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ അഭിവൃദ്ധിയും നൽകുന്ന ദൈവം, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആർക്കെങ്കിലും വേണ്ടി, ആരുടെയെങ്കിലും മടങ്ങി വരവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അല്ല സ്തോത്രം, അവരെ ദൈവം മടക്കി വരുത്തുകയും അവരുടെ ജീവിതത്തിനകത്ത് ഒരു അഭിവൃദ്ധിയെ ദൈവം കൽപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതിനകത്ത് സംശയമില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, മടങ്ങി വരവിനായിട്ട് തുടർമാനമായി പ്രാർത്ഥിക്കാം. ഈ ആത്മീയ മേഖലകൾക്കകത്ത് മടങ്ങി വരാൻ കഴിയട്ടെ. അപ്പോൾ തന്നെ ഒരു അഭിവൃദ്ധി, ഇല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒരു നല്ല കാലത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുത്തുവാൻ തക്കവണ്ണം ഇടവരും. അതിനായിട്ട് സ്വർഗം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും അവിടുത്തെ ദയയും ഇന്ന് പ്രഭാതത്തിൽ പിന്നെയും വെളിപ്പെട്ട് വരണം. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവരങ്ങൾ തരുന്നു. ഈ മെസ്സേജ് ആയിരങ്ങളിലേക്ക്, 10,000ങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തി സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്തവും തൃക്കരങ്ങൾ തരുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.